ഹായ് ഫ്രണ്ട്സ്, ഹെൽത്ത് ഇൻസ്പെക്ടർ സ്ക്രൂവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീറ്റൽ സർക്കുലേഷനെ പറ്റിയിട്ടാണ്. അഡൽട്ട് സർക്കുലേഷനെ പറ്റിയിട്ട് നമ്മളെല്ലാവരും ഫെമിലിയർ ആയിരിക്കും. എന്നാൽ ഫീറ്റൽ സർക്കുലേഷനോട്ട് വരുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻസ് വരും. കാരണം അഡൽട്ട് സർക്കുലേഷനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഫീറ്റൽ സർക്കുലേഷനിൽ കുറച്ച് എക്സ്ട്രാ ഫീച്ചേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. So fetal circulation, a unique pathway. Fetal circulation is a circulatory system of a fetus specially adapted for life in the womb, where the lungs are non-functional for gas exchange and the placenta act as a primary source of oxygen and nutrients and the site for waste removal. So fetal circulation എന്ന് പറയുന്നത് ഫീറ്റസിൻ്റെ സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഫീറ്റസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്പിംഗ് ആണ്, അതായത് അൺബോൺ ആണ്, ഡെവലപ്പിംഗ് ആണ്. അതായത് ഈ ടൈമിലായിരിക്കും നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ഒക്കെ ഡെവലപ്പായി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വൈറ്റൽ ഓർഗൻസ് ഒക്കെ ഈ ഒരു സ്റ്റേജിൽ നോൺ ഫങ്ഷനിലായിരിക്കും. അപ്പോൾ ഈ നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ലങ്ങിനെയും ലിവറിനെയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സർക്കുലേഷൻ ഇവിടെ നടക്കുന്നത്. ആ സമയത്ത് പ്ലാസൻ്റ ആയിരിക്കും മെയിൻ സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് പ്ലാസൻ്റ വഴിയായിരിക്കും ഫീറ്റസിന് വേണ്ട ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്ലാസൻ്റ വഴി തന്നെ ആയിരിക്കും ഫീറ്റസിൽ നിന്നുള്ള വേസ്റ്റും റിമൂവ് ആവുന്നത്. സോ ഇതാണ് ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുന്നത്. സോ ഫീറ്റൽ സർക്കുലേഷൻ ഈസ് എ സോഫിസ്റ്റിക്കേറ്റഡ് സിസ്റ്റം ദാറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ദ മോസ്റ്റ് ഓക്സിജൻ റിച്ച് ബ്ലഡ് ഈസ് delivered preferentially to the fetal brain and heart, bypassing the non-functional lung and majority of the liver. ഞാൻ ഓൾറെഡി പറഞ്ഞു, നോൺ ഫങ്ഷണൽ ആയിട്ടുള്ള ലങ്ങിനെ ലിവറിനെയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ട് ഓക്സിജൻ റിച്ച് ആയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ഫീറ്റസിൻ്റെ ഹാർട്ടിലോട്ടും ബ്രെയിനിലോട്ടും എത്തുന്നതാണ് ഈ ഫീറ്റൽ സർക്കുലേഷൻ വഴി. സോ ഇതാണ് ഫീറ്റൽ സർക്കുലേഷൻ്റെ ഒരു ഓവറോൾ ഫിഗർ എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് പ്ലാസൻ്റ കാണാൻ പറ്റുന്നുണ്ട്. പ്ലാസൻ്റയെ കണക്ട് ചെയ്തുകൊണ്ട് അംബ്ലിക്കൽ കോഡ് കാണാൻ പറ്റുന്നുണ്ട്. അംബ്ലിക്കൽ കോഡ് വന്നിട്ട് ഇൻഫീരിയർ വീനൊക്കെ അറ്റാച്ച് ചെയ്യുന്ന കാണാൻ പറ്റുന്നുണ്ട്. അതിലിങ്ങനെ ബാക്കി നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. The system is significantly different from adult circulation, include 3 essential bypasses or shunts. സോ ഇത് അഡൽട്ട് സർക്കുലേഷനിൽ നിന്ന് വ്യത്യാസമായിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 3 ഷണ്ട് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡക്ടസ് വീനോസസ്, ഫൊറാമൻ ഓവലെ ആൻഡ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഇങ്ങനെ 3 ഷണ്ട് ഉണ്ട്. So first one is key adaptations or shunts. The fetal circulation utilizes 3 major shunts to divert the blood away from the organs that are not fully functional, that is the lung and the liver, and ensures the more oxygen-rich blood is reached to the vital organs like the brain and the heart. So the first one is ductus venosus. Ductus venosus bypasses the majority of the liver. അതായത് ഡക്ടസ് വീനോസസ് ലിവറിനെ ബൈപ്പാസ് ചെയ്തിട്ട് സർക്കുലേഷൻ നടത്തുന്നതാണ് ഡക്ടസ് വീനോസസ്. Function that connect the umbilical vein that is carrying oxygenated blood from the placenta directly to the inferior vena cava. അതായത് നമുക്കറിയാം പ്ലാസൻ്റേനെ കണക്ട് ചെയ്തുകൊണ്ട് 2 അംബ്ലിക്കൽ ആർട്ടറിയും ഒരു അംബ്ലിക്കൽ വെയിനുമാണുള്ളത്. അംബ്ലിക്കൽ വെയിനിൽ നിന്നാണ് നമുക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് വരുന്നത് ഫീറ്റസിലോട്ട്. ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫീറ്റസിൽ നിന്നും ക്യാരി ചെയ്യുന്നത് അംബ്ലിക്കൽ ആർട്ടറിയാണ്. അപ്പോൾ ഈ അംബ്ലിക്കൽ വെയിൻ വഴി വരുന്ന ഓക്സിജനേറ്റഡ് ബ്ലഡിനെ ലിവറിലോട്ട് പോവാതെ ബൈപ്പാസ് ചെയ്തിട്ട് ഇൻഫീരിയർ വീന കവയിലോട്ട് ഡയറക്റ്റ്ലി ഫ്ലോ ചെയ്യിക്കുന്നു. സോ നെക്സ്റ്റ് ഈസ് ഫൊറാമൻ ഓവലെ. ഫൊറാമൻ ഓവലെ ബൈപ്പാസസ് ദ ലങ് അറ്റ് ദ ഏട്രിയൽ ലെവൽ. ഫംഗ്ഷൻ an opening in the wall between the right and left atria, allowing the most blood entering the right atrium to be shunted directly to the left atrium. This blood then goes to the left ventricle and out to the body, including the heart and brain. So ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും ഫൊറാമൻ ഓവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏട്രിയത്തിൻ്റെ ലെവൽ, അതായത് റൈറ്റ് ഏട്രിയത്തിൻ്റെ ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെയും വോളിൽ വരുന്ന ഓപ്പണിംഗ് ആണ് ഈ ഫൊറാമൻ ഓവലി എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ ഇൻഫീരിയർ വിനക്കവയിലോട്ട് വരുന്ന ബ്ലഡ് ഓക്സിജനേറ്റഡ് ആണ്. നമുക്ക് സാധാ അറിയാം, നമുക്ക് സുപ്പീരിയർ വിനക്കവയിൽ നിന്നും ഇൻഫീരിയർ വിനക്കവയിൽ നിന്നും ബ്ലഡ് വരുന്നത് റൈറ്റ് ഏട്രിയത്തിലോട്ടാണ്. സാധാ രീതിയിൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും സുപ്പീരിയർ വിനക്കേവിൽ നിന്നും ഇൻഫീരിയർ വിനക്കേവിൽ നിന്നും വരുന്ന ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വരുന്നു. റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളോട്ട് വരുന്നു. അവിടെ നിന്നും പൾമോണറി ആർട്ടറി വഴി എങ്ങോട്ട് പോകുന്നു? ലങ്സിലോട്ട് പോകുന്നു. ലങ്സിൽ പോയത് പ്യൂരിഫൈ ആയി ഓക്സിജനേറ്റഡ് ആയിട്ട് പൾമോണറി വെയിൻ വഴി തിരിച്ച് ലെഫ്റ്റ് ഏട്രിയത്തിൽ വരുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിലോട്ട് പോകുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിൽ നിന്നും അയോട്ട വഴി ഫുൾ ബോഡിയിലോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്കും റൈറ്റ് ഏട്രിയത്തിൽ വരുന്ന ബ്ലഡ് ഈ ഓപ്പണിംഗ് കാരണം, അതായത് ഈ വോളിലുള്ള ഓപ്പണിംഗ് കൊണ്ട് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോകുന്നു. എന്നിട്ട് ലെഫ്റ്റ് വെൻട്രിക്കിൾ വഴി അയോട്ട വഴി ബോഡിയിലോട്ട് സർക്കുലേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു ലെവലിൽ വരുന്ന, അതായത് ഏട്രിയത്തിൻ്റെ അവിടെ വരുന്ന ഓപ്പണിംഗ് ആണ് ഫൊറാമൻ ഓവലി എന്ന് പറയുന്നത്. സോ നെക്സ്റ്റ് ഈസ് ഡക്ടസ് ആർട്ടീരിയോസസ്. ഡക്ടസ് ആർട്ടീരിയോസസ് ബൈപ്പാസ് ദ lung at the great vessel level. So for the function, connect the pulmonary artery carrying blood from the right ventricle to the descending aorta, diverting the remaining blood flow away from the highly resistant pulmonary circulation into the systemic circulation. Ductus arteriosus എന്ന് പറയുമ്പോഴത്തേക്കും
ഗ്രേറ്റർ വെസൽസിൻ്റെ അവിടെ വരുന്നത്. അതായത് നമ്മൾ പറഞ്ഞു റൈറ്റ് ഏട്രിയത്തിൽ ബ്ലഡ് വന്നു, റൈറ്റ് ഏട്രിയത്തിൽ നിന്നും മെജോറിറ്റി ഓഫ് ബ്ലഡ് ലെഫ്റ്റ് ഏട്രിയത്തിലോട്ട് പോയിട്ട് സർക്കുലേറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞു. പക്ഷേ ഒരു സ്മോൾ എമൗണ്ട് ഓഫ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ഞാൻ പറഞ്ഞു ഫീറ്റസിൻ്റെ ലങ് നോൺ ഫങ്ഷനിലാണ്, അപ്പോൾ അവിടെ പ്രഷർ കൂടുതലായിരിക്കും, അപ്പോൾ അങ്ങോട്ട് പോവില്ല. സോ ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും വരുന്ന ബ്ലഡ് റൈറ്റ് വെൻട്രിക്കിലോട്ട് വരുന്നു, പൾമോണറി ആർട്ടറി വഴി ലെങ്ങിലോട്ട് പോകുന്നു. പൾമോണറി ആർട്ടറി വഴിയാണ് നമ്മുടെ സാധാരണ ബ്ലഡ് ലെങ്ങിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ഡിസെൻഡിങ് അയോട്ട, അതായത് അയോട്ടയ്ക്ക് 3 ഇതുണ്ട്, അസെൻഡിങ് അയോട്ട, ആർച്ച് ഓഫ് അയോട്ട, ഡിസെൻഡിങ് അയോട്ട. ഡിസെൻഡിങ് അയോട്ടയുടെ അവിടെ വെച്ചിട്ട് ഈ പൾമോണറി ആർട്ടറിയും അയോട്ടയും കൂടെ ജോയിൻ ചെയ്യുന്ന ആ പോർഷനിൽ വരുന്നൊരു ഓപ്പണിംഗ് ആണ് ഫീറ്റസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ പൾമോണറി സർക്കുലേഷനിലോട്ട് പോകേണ്ട ബ്ലഡിനെ തിരിച്ച് സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് പോകണം. സോ ഇതാണ് നടക്കുന്നത്. സോ ദ നെക്സ്റ്റ് ഈസ് ബ്ലഡ് flow pathway. First is oxygenation. Oxygen and nutrient transfer from the mother's blood to the fetus blood across the placenta. അതായത് അമ്മയുടെ ബ്ലഡിൽ നിന്നും ഫീറ്റസിൻ്റെ ബ്ലഡിലോട്ട് ആണ് ഓക്സിജനേഷൻ നടക്കുന്നത്. അതായത് പ്ലാസെൻ്റ ക്രോസ് ചെയ്തിട്ട് അമ്മയുടെ ബ്ലഡിൽ നിന്നും ഉള്ള ഓക്സിജൻസും ന്യൂട്രിയൻസും ഒക്കെ ഫീറ്റസിലോട്ട് എത്തുന്നു. Next is to the fetus. The highly oxygenated blood travels from the placenta to the fetus via the umbilical vein. ഞാൻ ഓൾറെഡി പറഞ്ഞാണ് അംബ്ലിക്കൽ വെയിൻ വഴിയാണ് ഈ ഹൈലി ഓക്സിജനേറ്റഡ് ഉള്ള ബ്ലഡും ന്യൂട്രിയൻസും ഒക്കെ ഫീറ്റസിലോട്ട് എത്തുന്നത്. നെക്സ്റ്റ് ഇസ് liver bypass. The umbilical vein blood reaches the liver and most of it is shunted through the ductus venosus directly into the inferior vena cava. ഓൾറെഡി നമ്മളിതൊക്കെ പറഞ്ഞതാണ്. അംബ്ലിക്കൽ വെയിനിൽ നിന്ന് വരുന്ന ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡ് ലിവറിലോട്ട് പോവാതെ ഡയറക്റ്റ്ലി ഇൻഫീരിയർ വീന കവയിലോട്ട് പോകുന്നത് ഈ ഡക്ടസ് വിനോസസ് എന്ന് പറയുന്ന ഷണ്ട് വഴിയാണ്. സോ നെക്സ്റ്റ് ഈസ് ടു ദ ഹാർട്ട്. ദ മിക്സ്ഡ് ബ്ലഡ് ദറ്റ് ഈസ് ഓക്സിജനേറ്റഡ് ഫ്രം ദ ഡക്ടസ് വിനോസസ് ആൻഡ് ഡിയോക്സിജനേറ്റഡ് ഫ്രം ദ ലോവർ ബോഡി എൻഡേഴ്സ് റൈറ്റ് ഏട്രിയം ഓഫ് ദി ഹാർട്ട്. അതായത് ഈ നമ്മുടെ പ്ലാസൻ്റയിൽ നിന്നും വരുന്ന ഓക്സിജനേറ്റഡുള്ള ബ്ലഡും അതുകണക്ക് തന്നെ ലോവർ ബോഡിയിൽ നിന്ന് വരുന്ന ഡിയോക്സിജനേറ്റഡുള്ള ബ്ലഡും കൂടി വന്നിട്ട് റൈറ്റ് ഏട്രിയത്തിൽ എത്തുന്നു ഫീറ്റസിൻ്റെ. Next point is lung bypass. The most of the blood in the right atrium crosses the foramen ovale directly into the left atrium and then to the left ventricle and into the aorta to supply the upper body part, that is the brain and heart. അതായത് റൈറ്റ് ഏട്രിയത്തിൽ വന്ന ബ്ലഡ് ഫൊറാമൻ ഓവലെ വഴി ആ ഓപ്പണിങ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലെത്തുന്നു. ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിൾ എത്തിയിട്ട് അയോട്ട വഴി ഫുൾ ബോഡി, അതായത് അപ്പർ ബോഡി പാർട്ട്, അതായത് ഹാർട്ടിലോട്ടും അതിനൊക്കെ ബ്രെയിനിലോട്ടും ഒക്കെ സർക്കുലേറ്റ് ചെയ്യുന്നു. So next is pulmonary bypass. It is a second shunt. The remaining blood in the right atrium goes to the right ventricle into the pulmonary artery. Since the fetal lung are fluid filled and often high resistance, most of this blood is shunted through the ductus arteriosus into the descending aorta. So നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫീറ്റസിൻ്റെ ലങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൂയിഡ് ഫിൽഡ് ആണ്, അത് കണക്ക് തന്നെ ഹൈ റെസിസ്റ്റൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ഏട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിൽ വന്ന ബ്ലഡ് പൾമോണറി ആർട്ടറി വഴി ലങ്ങിലോട്ട് പോകുമ്പോഴത്തേക്കും അവിടെ വെച്ച് പൾമോണറി ആർട്ടറിനെയും ഡിസെൻഡിങ് അയോട്ടയുടെ അവിടെയും ഒരു ഓപ്പണിംഗ് വരുന്നുണ്ട്. അതാണ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. ഈ ഡക്ടസ് ആർട്ടീരിയോസിസ് വഴി പൾമോണറി ആർട്ടറിയിലുള്ള ബ്ലഡ് ഡിസെൻഡിങ് അയോട്ടയിലോട്ട് പോണു. അങ്ങനെ ലങ്ങിലോട്ട് പോകാണ്ട് സാധാ പോലെ തന്നെ സിസ്റ്റമിക് സർക്കുലേഷനിലോട്ട് ബ്ലഡ് പോകണം. So the next point is return to placenta. Now the deoxygenated blood and the waste products are carried back to the placenta for exchange via the 2 umbilical arteries, the branches of internal iliac arteries. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു ഓൾറെഡി ഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡൊക്കെ വന്ന് സർക്കുലേറ്റ് ചെയ്തിട്ട് ഇനിയിപ്പോൾ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡും അത് കണക്ക് തന്നെ വേസ്റ്റ് പ്രോഡക്ട്സും ഒക്കെ പ്ലാസെൻ്റയിലോട്ട് ക്യാരി ബാക്ക് ചെയ്യുന്നത് ഈ അംബ്ലിക്കൽ ആർട്ടറി വഴിയാണ്. അതായത് 2 അംബ്ലിക്കൽ ആർട്ടറി ഉണ്ട്, ഇതുവഴിയാണ് വേസ്റ്റ് പ്രോഡക്റ്റും അത് കണക്ക് തന്നെ ഡിയോക്സിജനേറ്റഡുള്ള ബ്ലഡും ഒക്കെ തിരിച്ച് പ്ലാസെൻ്റയിലോട്ട് എത്തുന്നത്. സോ ഇതാണൊരു ഓവറോൾ ഫിഗർ എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കാണാം ഇവിടെ, അതായത് ഈ ഇൻഫീരിയർ വീന കാവയുടെ അവിടെ വരുന്നതാണ് ഡക്ടസ് വീനോസസ് എന്ന് പറയുന്നത്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയത്തിൻ്റെ ഇടയ്ക്ക് വരുന്നതാണ് ഫൊറാമൻ ഓവലെ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പൾമോണറി ആർട്ടറിയുടെയും ഡിസെൻഡിങ് അയോട്ടയുടെ അവിടെ വരുന്നതാണ് ഡക്ടസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്നത്. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. So third one is transition at birth. At birth, the circulatory pattern rapidly changes to prepare for independent life. So the first one is umbilical cord clamping.
stop blood flow from the placenta, causing systemic pressure to increase. The umbilical vessels constrict and the ductus venosus closes. സോ അംബ്ലിക്കൽ കോഡ് ക്ലാമ്പ് ചെയ്യുന്ന സമയത്ത് എന്താ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റമിക് പ്രഷർ കൂടുന്നു. ആ സമയത്ത് നമ്മുടെ അംബ്ലിക്കൽ വെസൽസ് കൺസ്ട്രിക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഡക്ടസ് വിനോസസ് ക്ലോസ് ആവുന്നു. ഫസ്റ്റ് ബ്രെത്ത്. The baby's first breath expand the lung, causing a dramatic drop in the pulmonary vascular resistance. അതായത് ബേബി ഫസ്റ്റ് ബ്രെത്ത് എടുക്കുന്ന സമയത്ത് ലങ് എക്സ്പാൻഡ് ആവുന്നു. ആ സമയത്ത് നമ്മുടെ പൾമോണറി അതായത് ലങ്ങിലുള്ള റെസിസ്റ്റൻസ് കുറയുന്നു. അങ്ങനെ അങ്ങോട്ട് ബ്ലഡ് ഫ്ലോ വരുന്നു. സോ ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഷണ്ട് ക്ലോഷർ. The drop in the pulmonary resistance causes the blood to flow into the lungs, increasing pressure in the left atrium, which causes a flap-like foramen ovale to close. അതായത് ഈ പൾമോണറി റെസിസ്റ്റൻസ് കുറയുന്നത് കൊണ്ട് തന്നെ ലങ്ങിലോട്ട് ബ്ലഡ് ഫ്ലോ കൂടുന്നു. അതേപോലെ തന്നെ ആ സെയിം ടൈമിൽ ലെഫ്റ്റ് ഏട്രിയത്തിലെ പ്രഷർ കൂടുന്നത് കൊണ്ട് ഫോറാമൻ ഓവലെ ക്ലോസ് ആവുന്നു. So the increased blood oxygen level and the change in the blood chemicals causes the muscular ductus arteriosus to constrict and close, becoming the ligamentum arteriosum. അതായത് ബ്ലഡിലെ ഓക്സിജൻ ലെവൽ കൂടുന്നത് കൊണ്ടും ബ്ലഡിൻ്റെ കെമിക്കൽസ് പെട്ടെന്ന് ചേഞ്ച് ആവുന്നത് കൊണ്ടും ഡക്ടസ് ആർട്ടീരിയോസസ് പെട്ടെന്ന് തന്നെ കൺസ്ട്രിക്റ്റ് ആയിട്ട് ക്ലോസ് ആവുന്നു. പിന്നെ അത് ക്ലോസ് ആയി കഴിഞ്ഞിട്ടുള്ള സ്ട്രക്ചർ നമ്മൾ പറയുന്നതാണ് ലിഗമെൻറ്റം ആർട്ടീരിയോസം എന്ന്. സോ ഇതാണ് ഷണ്ടിൽ ബർത്തിൽ നടക്കുന്ന ചേഞ്ചസ്. So conclusion, fetal circulation is a temporary parallel circuit uniquely designed to bypass a non-functional lung and liver, relying on the placenta for gas and nutrient exchange. This is achieved through three vital shunts, that is ductus venosus, foramen ovale and ductus arteriosus. At birth, the clamping of the umbilical cord and the inflammation of the lung causes a rapid pressure shift, leading to the closure of the shunts. This converts the system into the serial circuit, that is heart, lung, heart, body. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഡൾട്ട് ലൈഫ്. ഫീറ്റൽ സർക്കുലേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ടെമ്പററി പാരലൽ യൂണിറ്റ് ആണ്. ഫീറ്റൽ പീരീഡിൽ നമ്മുടെ ലങ്സ് ഒക്കെ നോൺ ഫങ്ഷൻ ആണ്. അതുകൊണ്ട് അതിനെ ബൈപ്പാസ് ചെയ്തിട്ട് 3 ഷണ്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫീറ്റസിൻ്റെ സർക്കുലേഷൻ നടക്കുന്നുണ്ട്. അറ്റ് ബർത്തിൽ, അതായത് ബേബി ഫസ്റ്റ് ബ്രീത്ത് എടുക്കുന്ന ടൈമിൽ എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റെസിസ്റ്റൻസ്, ലങ്ങിലുള്ള റെസിസ്റ്റൻസ് കുറയുന്നു. അത് കണക്ക് തന്നെ ലങ് എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ ബ്ലഡ് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു. അങ്ങനെ ഈ ഷണ്ടുകൾ ക്ലോസ് ആവാൻ തുടങ്ങുന്നു. അങ്ങനെ ഒരു അഡൾട്ട് സർക്കുലേഷൻ ലെവലിലോട്ട് മാറുന്നു. അതായത് സിസ്റ്റമിക് സർക്കുലേഷൻ പോലെ തന്നെ മാറുന്നു. അങ്ങനെ ഫീറ്റൽ സർക്കുലേഷനെ പറ്റിയിട്ടുള്ളൊരു ഓവറോൾ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.